ഹായ് ഓൾ എന്നിൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗ് കണ്ടായിരുന്നു. വീക്കെൻഡ് വ്ളോഗ് എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ വ്ളോഗ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തേഴ്സ്ഡേയിലെ വ്ളോഗാണ്. അപ്പോൾ മോർണിംഗ് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാക്ക് പുട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മാവ് എടുക്കുകയാണ്. അതിനുശേഷം തലേ ദിവസം തന്നെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ജസ്റ്റ് ഒന്ന് വീണ്ടും തിളപ്പിക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുട്ട് മാവിന് നനച്ചപ്പോഴത്തേക്കും ഒന്ന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കുക്കറിൽ. അപ്പോൾ ഇതിനിടയിൽ നല്ലൊരു പണി കിട്ടി. ഗ്യാസ് തീർന്നു പോയി. കുക്കർ വെച്ചിട്ട് കുറേ നേരമായിട്ട് വിസിൽ വരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴേക്കാണ് ഗ്യാസ് തീർന്നു പോയത്. ഒരു കണക്കിന് നന്നായി, കാരണം എനിക്ക് അറിയത്തില്ലേ ഗ്യാസ് വെക്കാനായിട്ട്. രാവിലെ തന്നെ നന്നായി, കാരണം എനിക്ക് ഓഫീസിൽ പോകുന്ന ടൈമിന് മുന്നേ ആകുമ്പോഴത്തേക്ക് ഇക്കത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വേഗം തന്നെ ഗ്യാസ് കത്തിച്ചു. അതിനുശേഷം പിന്നെ പുട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് ഒരു കോഫി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓഫീസിൽ പോയതിനു ശേഷം കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതിനുശേഷം വന്ന് ജനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുള്ള വ്യൂ ആണിത്. നല്ല വെയിലാണ്, വലിയ വ്യൂ ഒന്നുമില്ല, ഭയങ്കര വെയിലുമാണ്, അതേപോലെ ചൂടും അടിച്ച് കയറുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അതിനുശേഷം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് കുറച്ച് എഡിറ്റ് ചെയ്തു. പിന്നെ മോൻ എണീറ്റുണ്ടായിരുന്നു. പിന്നെ അവന് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഇതൊരു ഒബ്സഷനാണ്, ഇപ്പോൾ കറണ്ട് ഒബ്സഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് കഴിക്കുമ്പോൾ ടി വി ആണ്, കാർട്ടൂൺ അല്ല ആക്ച്വലി കണ്ടത്, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിൻ്റെ പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമോസയും ചായയും വാങ്ങിച്ചു. അപ്പം ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്കെൻഡ് ആയിട്ട് നമ്മൾ പുറത്തു വിട്ടുള്ള ഒരു വ്ളോഗാണ്, ഫ്രൈഡേ ഈവനിങ്ങിലുള്ള വ്ളോഗാണിത്. അപ്പോൾ ഇതാണ് യാമ്പു മാളിൽ. എനിക്ക് ആക്ച്വലി ഞാനിവിടെ വന്നതിൽ പിന്നെ ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു മാൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കളക്ഷൻ ആയിരുന്നു. ഡ്രസ്സ്, ബാഗ് എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് യാമ്പു മാൾ. അപ്പം ഈ ഒരു മാളിൽ ആക്ച്വലി നമ്മളെ നാട്ടിലൊക്കെ ഈ വെസ്റ്റ് സൈഡ് അതുപോലുള്ള ഷോപ്സിലൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെ കിടിലം കളക്ഷൻസ് ആയിരുന്നു. ഇവിടെ വന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കളക്ഷൻസ് കൂടുതൽ പൊതുവെ ഇവിടെ ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര റഷ് കുറവായിരുന്നു. മേ ബി ഇതിൻ്റെ റേറ്റ് കൊണ്ടാണോ അതോ വീക്കെൻഡ് ആയതുകൊണ്ടാണോ അറിയത്തില്ല. നമ്മൾ പോയപ്പോൾ തീരെ ആളില്ലായിരുന്നു. പിന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവർ കളിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവന് ഈ പറഞ്ഞ പോലെ ഇതൊന്നും വർക്കിംഗ് അല്ല, അതാണ് വേറൊരു സത്യം. എല്ലാത്തിലും ജസ്റ്റ് കയറ്റി ഇരുത്തും. കാരണം ഇതൊക്കെ വർക്കിംഗ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലേ വർക്കിംഗ് ആവത്തുള്ളൂ. പിന്നെ ജസ്റ്റ് അവൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്തൊക്കെ കയറ്റി ഇരുത്തുന്നുണ്ട്. ഐസുവിന് പൊതുവേ മോളിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നിൽ പ്ലേ സ്റ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കണം. ഇവന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഐറ്റംസ് ഒക്കെ വാരി തറയിലിടും. അതുകൊണ്ട് തന്നെ ഇവനെ പൊതുവേ ഇങ്ങനെ തറയിലോട്ട് ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിൽക്കത്തില്ല, ഒരൊറ്റ ഓട്ടോ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ കയറി അതിന് മുന്നേ തന്നെ കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബല ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബീച്ചിൽ ഈ ഒരു ടൈമിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ നൈറ്റാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു ബീച്ചിൻ്റെ ഒരു വ്യൂ ആണിത്. ഈ ബീച്ചിൽ ആക്ച്വലി നോക്കിയാൽ കൊച്ചു കുട്ടികൾ വരെ അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇതിൽ അങ്ങ് വരെ ആഴമില്ല എന്നുള്ളത്. ഒരു ബീച്ചിൽ സത്യം പറഞ്ഞാൽ ഒരു പാതി വരെയും ആഴമില്ല കേട്ടോ. അപ്പോൾ അങ്ങ് ഇപ്പം പോകുന്നുണ്ടല്ലോ, ആ പോകുന്നതിനേക്കാളും ഒക്കെ ബാക്കിൽ ലോങ് ഡിസ്റ്റൻസ് തന്നെ ഒരുപാട് ചെറിയ കുട്ടികളാണ് അവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിവിടുത്തെ നോർമൽ പൂളിനേക്കാളും ഒക്കെ ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയില്ല, ഡ്രസ്സ് നനയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് എപ്പോഴും ഹൈസുവിന് പുറത്ത് വന്നാലുള്ള ആഗ്രഹമാണ് ഈ കാറിലെയും ജീപ്പിലെയും കയറണം. അവന് വീട്ടിലുള്ളതൊന്നും പോരാ, പുറത്ത് വരുമ്പോൾ അവൻ അതിലൊക്കെ കയറണം. അങ്ങനെ പിന്നെ അവൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ദിവസം എന്തായാലും കയറ്റാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ എന്തായാലും ഈ ഒരു പോലീസ് ജീപ്പ് തന്നെയാണ് അവന് കിട്ടിയിട്ടുള്ള പോലീസ് കാർ. അപ്പോൾ അതിലിങ്ങനെ കയറ്റി റൗണ്ടൊക്കെ അടിച്ചു. പിന്നെ അതിനുശേഷം ഓൾറെഡി ടയർഡായി. ഞാനായിരുന്നാലും അതിൽ മോനായിരുന്നാലും ഫുള്ളി ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൗണ്ടടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.